ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ട്യൂസ്ഡേയുടെ Q&A ആണ്. പക്ഷെ അതിനു മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. അപ്പൊ സ്കിൻ കെയർ ഹെയർ കെയർ റിലേറ്റഡ് വീഡിയോസ് ആണ് നമ്മൾ ഈ ചാനലിൽ ഇടുന്നത്. വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ നോക്കി എന്നേലോട്ട് കിടക്കാം. ലാസ്റ്റ് വീക്കിൽ ഞാൻ ഷോർട്സിൽ പെപ്റ്റൈഡ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീലും പെപ്റ്റൈഡിനെ പറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പെപ്റ്റൈഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്കിൻ കെയർ ഡൗട്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് എന്താണ് പെപ്റ്റൈഡ്സ് എന്ന് നോക്കാം. പെപ്റ്റൈഡ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു മെസ്സേജ് അയക്കുന്ന സാധനമായിട്ട് തന്നെ കരുതിക്കോ. കാരണം നമ്മുടെ സ്കിന്നിനെ യൂത്ത്ഫുൾ ആയിട്ട് വെക്കുന്നത്, അതായത് ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒന്നും ഇല്ലാതെ വെക്കുന്നത് നമ്മുടെ സ്കിന്നിലെ കൊളാജനും എലാസ്റ്റിനും ആണ്. ഇതെല്ലാം ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ സ്കിന്നിൽ പെപ്റ്റൈഡ്സ് വേണം. അതുകൊണ്ടാണ് പെപ്റ്റൈഡ്സ് നമ്മുടെ ആന്റി ഏജിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അത് മാത്രമല്ല നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഫേം ആക്കാൻ, പിന്നെ നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആണെങ്കിൽ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് പെപ്റ്റൈഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ട്. പ്രധാനമായിട്ടും 4 ടൈപ്പ് പെപ്റ്റൈഡ്സ് ആണ് നമുക്ക് ഉള്ളത്. ഒന്നെന്ന് വെച്ചാൽ സിംഗിൾ പെപ്റ്റൈഡ്. നിങ്ങൾ മെട്രിക്സൽ പെപ്റ്റൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓർഡിനറിയിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് സിംഗിൾ പെപ്റ്റൈഡ് ആണ്, ഇത് ഒറ്റ പെപ്റ്റൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ എന്ന് വെച്ചാൽ കാരിയർ പെപ്റ്റൈഡ്. നിങ്ങൾ ഇപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും മൾക്കോപ്പ പെപ്റ്റൈഡ്. അതായത് ഒരു പെർട്ടിക്കുലർ എലമെന്റിനെ നമ്മുടെ സ്കിന്നിലോട്ട് എത്തിക്കുന്ന ആൾക്കാരാണ് നമ്മൾ കാരിയർ പെപ്റ്റൈഡ് എന്ന് പറയുന്നത്. അടുത്തത് ഇൻഹിബിറ്റിംഗ് പെപ്റ്റൈഡ്സ്, ന്യൂറോ ഇൻഹിബിറ്റിംഗ് പെപ്റ്റൈഡ്സ്. അതായത് നമ്മുടെ മസിൽസിന്റെ ആ ഒരു ഫംഗ്ഷൻ, അതായത് ഈ ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മൂവ്മെന്റ് ആണല്ലോ, അതിനെ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പെപ്റ്റൈഡ്സ്. അതാണ് ഞാനൊക്കെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ആർഗലൈൻ എന്ന് പറയുന്ന പെപ്റ്റൈഡ്. അത് ഓരോരോ എക്സാമ്പിൾ ആണ്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ എൻസൈം ഇൻഹിബിറ്റിംഗ് പെപ്റ്റൈഡ്സ്. അതാണ് നമ്മൾ കൂടുതലായിട്ട് ബോട്ടോക്സിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനം. സോ ഇങ്ങനെ കുറെ പെപ്റ്റൈഡ്സ് ആണ് നമ്മുടെ ബേസിക്കലി ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ 4 പെപ്റ്റൈഡ്സ് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ പെപ്റ്റൈഡിന്റെ സ്കിൻ കെയർ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഓവർനൈറ്റ് പ്രോസസ് അല്ല. ഇത് ഒരുപാട് ലോങ് ടേമിൽ നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും പെപ്റ്റൈഡ്സ് യൂസ് ചെയ്യാം, ഇഷ്യൂ ഒന്നുമില്ല. അപ്പൊ നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെപ്റ്റൈഡ്സ് യൂസ് ചെയ്യാം, ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, അത് എടുക്കുമ്പോൾ പെപ്റ്റൈഡ്സ് ആയിരിക്കണം, പ്രോപ്പർ ആയിട്ടുള്ള പെപ്റ്റൈഡ് സൊല്യൂഷൻ വേണം എടുക്കേണ്ടത് എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഹൈഫനില് പെപ്റ്റൈഡ് കോക്ടെയിൽ നല്ലൊരു ഓപ്ഷൻ ആണ്. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഓർഡിനറിയുടെ ആർഗലൈൻ നല്ലൊരു ഓപ്ഷൻ ആണ്. നമ്മുടെ മിനിമലിസ്റ്റിൽ മൾട്ടി പെപ്റ്റൈഡ്സ് ഉണ്ട്, ഇതിനകത്ത് ഒരുപാട് ടൈപ്പ് പെപ്റ്റൈഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഓർഡിനറിയുടെ മെട്രിക്സൽ പെപ്റ്റൈഡ്സ്, കോപ്പർ പെപ്റ്റൈഡ്, പിന്നെ കോൺഷ്യസ് കെമിസ്ട്രിന്റെ മൾട്ടി പെപ്റ്റൈഡ്, അമീനിയുടെ കോപ്പർ പെപ്റ്റൈഡ്, അങ്ങനെ ഒരുപാട് പെപ്റ്റൈഡ് റെക്കമെൻഡേഷൻസ് നമുക്ക് വരും. നമുക്ക് റൊട്ടീൻ ആയിട്ട് വേറെ ഞാൻ പറഞ്ഞുതരാം. സോ ഇങ്ങനെയാണ് നമ്മൾ പെപ്റ്റൈഡ്സ് സ്കിൻ കെയറിലോട്ട് വരുന്നത്. പെപ്റ്റൈഡ്സ് കൊണ്ടാണ് നമ്മുടെ സ്കിന്നിലെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട്, അതായത് നമ്മുടെ സ്കിന്നെ ബിൽഡിംഗ് ബ്ലോക്ക് ആക്കുന്ന കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അത് കാരണം നമ്മുടെ സ്കിന്നിൽ ഫൈൻ ലൈൻസ് റിങ്കിൾസും കുറയും. പിന്നെ നമ്മുടെ സ്കിന്ന് നിങ്ങൾ ഫേം ആയിട്ടിരിക്കണം എന്ന് വെച്ചാൽ സാഗിനെസ്, വലിഞ്ഞിരിക്കുന്നത് ഫേം ആയിട്ടിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്കൊരു സ്കിന്നിന്റെ ഈവൺ ടോൺ തരാം, കാരണം ഇലാസ്റ്റിൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല നമ്മുടെ കൊളാജൻ ബ്രേക്ക് ഡൗൺ ആകുമ്പോഴാണ് നമ്മുടെ സ്കിന്നിൽ ഫൈൻ ലൈൻസ് റിങ്കിൾസും ഉണ്ടാവുന്നത്. ആ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന പ്രോസസ്സിനെ തടയാനായിട്ട് നമ്മുടെ പെപ്റ്റൈഡ്സിനെ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പെപ്റ്റൈഡ്സിന് ഉണ്ട്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, പെപ്റ്റൈഡ്സ് കൊമഡോൺസ് ആണോ എന്നുള്ളത്. അത് ഞാൻ വേറെ ക്വസ്റ്റ്യനോട് റിലേറ്റ് ചെയ്ത് പറഞ്ഞുതരാം. പെപ്റ്റൈഡ്സ് മാത്രം എടുക്കുകയാണെങ്കിൽ പെപ്റ്റൈഡ്സ് ഒരിക്കലും കൊമഡോൺസ് അല്ല, അതിന്റെ ഫോർമുലേഷൻ അനുസരിച്ചാണ്. അതായത് ഒരു പെപ്റ്റൈഡ് നമ്മളൊരു ഒരു ബോട്ടിലാക്കുമല്ലോ, ആ ബോട്ടിലുള്ള മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഏതെങ്കിലും കൊമഡോൺസ് ആണെങ്കിലേ ഉള്ളൂ. പെപ്റ്റൈഡ്സ് ഒരിക്കലും കൊമഡോൺ അല്ല. അതായത് നമ്മുടെ പേഴ്സൺ ഒരിക്കലും പെപ്റ്റൈഡ്സ് ക്ലോഗ് ചെയ്യാനായിട്ട് പോണില്ല. എനിക്ക് സ്ഥിരം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ചേച്ചി പ്രത്യേകിച്ച് ഞാൻ വിറ്റാമിൻ സി, കോജിക് ആസിഡ്, പെപ്റ്റൈഡ്സ്, ഇങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസിനെ പറ്റി പറയുമ്പോൾ ഇത് കൊമിഡോൺ ആണോ കൊമിഡോൺ അല്ലേ എന്നുള്ളൊരു ഡൗട്ട് വരും. നമ്മുടെ ഈ പെർട്ടിക്കുലർലി വിറ്റാമിൻ സി എന്ന് പറയുമ്പോഴോ, അതല്ലെങ്കിൽ റെറ്റിനോൾ പറയുമ്പോഴോ, സാലിസിലിക് ആസിഡ് പറയുമ്പോഴോ, അല്ലെങ്കിൽ പെപ്റ്റൈഡ്സ് പറയുമ്പോഴോ, കോജിക് ആസിഡ്, നയാസിനമൈഡ്, ഇതൊന്നും നമ്മുടെ പോസ്റ്റിനെ ക്ലോഗ് ചെയ്യാൻ പോകുന്ന സാധനങ്ങളല്ല. ഇത് നമ്മളൊരു സെറമായിട്ട് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള മറ്റുള്ള സാധനങ്ങളാണ് കൊമഡോൺ ആയിട്ട് വരുന്നത്. എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ കോക്കനട്ട് ഓയിലിന്റെ എക്സ്ട്രാക്ട് വരുമ്പോഴത്തേക്ക് അത് കൊമഡോൺസ് ആവും. അതുപോലെ ഒലിവ് ഓയിലിന്റെ എക്സ്ട്രാക്ട് വരുന്നത് അത് കൊമഡോൺസ് ആവും. അങ്ങനെ വേറെ പല സാധനങ്ങളുമാണ് കൊമഡോൺസ് ആവുന്നത്. അല്ലാണ്ട് നമ്മുടെ സ്കിൻ കെയറിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് മെയിൻ ആയിട്ട് കൊമഡോൺസ് ആവാനായിട്ട് പോണില്ല. ഇനി ചില ആൾക്കാർക്ക് ഇപ്പൊ എന്തെങ്കിലും കൊമഡോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ സ്കിന്നിൽ നാച്ചുറൽ ആയിട്ട് പോസ് ഉണ്ടല്ലോ, പോസ് ഡെഫിനറ്റ്ലി നമ്മുടെ സ്കിന്നിന് വേണം. നമ്മുടെ സ്കിൻ ഒന്ന് വലിയാനായിട്ട്, പിന്നെ അതിനകത്ത് നമ്മുടെ ഓയിൽ പ്രൊഡക്ഷൻ പുറത്തോട്ട് വരാനൊക്കെ നമുക്ക് സ്കിൻ എന്തായാലും പോസ് വേണം. പോസ് ഇല്ലാത്ത സ്കിൻ എന്ന് പറയുന്നത് പാവകളുടെ ആണ്, നമുക്കുള്ളതല്ല. നമുക്ക് നോർമലി പോസ് ഉള്ള സ്കിന്നാണ്. അതിന്റെ അപ്പിയറൻസ് വെച്ചിട്ടാണ് അത് ഓപ്പൺ പോസും അല്ലെങ്കിൽ ഭയങ്കര വലുതായിട്ടും ഒക്കെ വരുന്നത്. ഓക്കെ,
നമ്മുടെ ഇതിലോട്ട് വന്നു കഴിഞ്ഞാല് അപ്പൊ ഈ പോസിനകത്ത് കയറി ഇരുന്നിട്ട് ആ പോസിനെ അടയ്ക്കാൻ കഴിവുള്ള സാധനങ്ങളെയാണ് നമ്മൾ കൊമഡോൺസ് എന്ന് പറയുന്നത്. അടയ്ക്കാൻ കഴിവില്ലാത്ത സാധനങ്ങളെ നോൺ കൊമഡോജനിക് ആയിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയും. ഇപ്പൊ എക്സ്ട്രീംലി ഓയിലി സ്കിൻ, പിന്നെ അതുപോലെ ആക്നെ പ്രോൺ സ്കിൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ മാക്സിമം നോൺ കൊമഡോജനിക് ആയിട്ടുള്ള സാധനങ്ങൾ എടുത്താൽ മതി. അതല്ല നിങ്ങളുടെ ഡ്രൈ നോർമൽ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് അധികം കോമഡോജനിക് പ്രോഡക്ട്സ് എടുത്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പോസ് ക്ലോഗ് ആക്കാനായിട്ട് പോകില്ല. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, പേഴ്സൺ ടു പേഴ്സൺ ചേഞ്ച് ആവും. നിങ്ങളുടെ നോർമൽ സ്കിൻ ആണ്, പക്ഷെ നിങ്ങൾക്ക് വല്ലപ്പോഴൊക്കെ കുരു വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നോൺ കോമഡോജനിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് എടുത്താൽ മതി. അത് ഒരു ഇൻഗ്രീഡിയന്റ് ബേസിൽ നോക്കുന്നേക്കാളും നല്ലത് നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എടുക്കുക, അതിന്റെ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് ഗൂഗിളിൽ നോക്കിയാൽ അത് കുറെ എളുപ്പത്തിൽ പറഞ്ഞുതരും. ഇല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാനും പറഞ്ഞുതരാം. അപ്പൊ അത്രയേ ഉള്ളൂ കൊമഡോൺസിന്റെ കാര്യം വരുമ്പോഴത്തേക്ക്. ഇൻഗ്രീഡിയന്റ് ബേസിലാണ് നമ്മൾ കൊമഡോൺസ് നോക്കേണ്ടത്, അതല്ലാണ്ട് പെർട്ടിക്കുലർ ആക്റ്റീവ്സിന്റെ ബേസിസിൽ. ആക്റ്റീവ്സ് ആണ് ഈ വിറ്റാമിൻ സി എന്ന് പറയുന്ന ഒരു ആക്റ്റീവ് ആണ്. അതുപോലെ നയാസിനമൈഡ് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവാണ്. സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, റെറ്റിനോൾ, കോജിക് ആസിഡ്, ഇതൊക്കെ ആക്റ്റീവ്സ് ആണ്. ഇതൊന്നും നമ്മുടെ പോസ്റ്റിനെ ക്ലോഗ് ചെയ്യാനായിട്ട് പോണില്ല. അതല്ലാണ്ട് നമ്മൾ ഈ കൊടുക്കുന്ന ഇമോളിൻ എന്ന് പറയുന്ന സാധനം, അതായത് ഇമോളിൻ, പിന്നെ ഹ്യൂമക്റ്റന്റ്, ഇമോളിന്റ്, ഇതൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ചില സാധനങ്ങളാണ് നമ്മുടെ പോസ്റ്റിനെ ക്ലോഗ് ചെയ്യാനായിട്ട് പോകുന്നത്. ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ക്ലോഗ് ചെയ്യാൻ പോകുന്നില്ല. ഈ ഹ്യൂമക്റ്റന്റ്, ഇമോളിയന്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ് കൂടുതലും നമ്മുടെ സ്കിന്നിനെ ക്ലോഗ് ചെയ്യാനായിട്ട് പോണത്. പിന്നെ പെർഫ്യൂം ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, കാരിയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയന്റ് യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ് നമ്മുടെ പോസ്റ്റിനെ ക്ലോഗ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനപ്പുറത്തോട്ടുള്ള ആക്റ്റീവ്സ് ഒരിക്കലും നമ്മുടെ സ്കിന്നിനെ ക്ലോഗ് ചെയ്യാനായിട്ട് പോണില്ല. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് എടുക്കുക, അതിന്റെ ആക്റ്റീവ്സ്, ഇപ്പൊ ഒരു വിറ്റാമിൻ സി സിറമോ അല്ലെങ്കിൽ കോജിക് ആസിഡ് സിറമോ ക്ലോഗ് ചെയ്യോ എന്നല്ല നോക്കേണ്ടത്, അതിനകത്തുള്ള മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ക്ലോഗ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ പറഞ്ഞിട്ടില്ല ഓപ്പൺ പോസ് കൂടുതലും ഓയിലി സ്കിൻകാർക്കും അതല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻകാർക്കും ആക്നെ പ്രോൺ സ്കിൻകാർക്കും അല്ലേ വരുന്നത്. എൻ്റെ ഡ്രൈ സ്കിൻ ആണ്, അപ്പൊ എനിക്ക് എങ്ങനെ ഓപ്പൺ പോസ് വന്നു എന്ന്. ചില സമയത്ത് നമ്മുടെ പോസിന്റെ അപ്പിയറൻസ് പല രീതി കൊണ്ടും ഇൻക്രീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. എക്സസീവ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ കാരണം വരുമ്പോഴാണ് നമ്മുടെ കോമ്പിനേഷൻ സ്കിൻകാർക്കും ഓയിലി സ്കിൻകാർക്കും അതുപോലെ ആക്നെ പ്രോൺ സ്കിൻകാർക്കും ഓപ്പൺ പോസിന്റെ അപ്പിയറൻസ് കൂടുന്നത്. നിങ്ങളുടെ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്ന സ്കിൻ ആണെങ്കിൽ നിങ്ങളുടെ ഓപ്പൺ പോസിന്റെ അപ്പിയറൻസ് കൂടും. കാരണം എക്സസീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. പക്ഷെ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല, ഓയിൽ പ്രൊഡക്ഷൻ അധികം ഉണ്ടാവാൻ പോണില്ല. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ വലിയുമ്പോൾ, അതായത് നമ്മൾ ഏജ് കൂടുമ്പോൾ ഒരു 35-40 ഏജ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ സ്കിൻ വലിയാൻ തുടങ്ങത്തില്ല. ആ സമയത്ത് സ്കിന്നിന്റെ എലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുമ്പോൾ നമുക്ക് പോസ്റ്റിന്റെ അപ്പിയറൻസ് കൂടും. ഈ രണ്ട് സമയത്തും രണ്ട് ഡിഫറെന്റ് ഇൻഗ്രീഡിയൻസ് വേണം യൂസ് ചെയ്യാൻ. നിങ്ങൾക്ക് ഓയിലി സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, ആക്നെ പ്രോൺ സ്കിൻ ആണ്, ഓപ്പൺ പോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ നല്ലത് നയാസിനമൈഡ് അടങ്ങിയ സിറം ആണ്. അതല്ല നിങ്ങൾക്ക് ഡീഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്ന സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ, പക്ഷെ വൈറ്റ് ഹെഡ്സ് ഒന്നും ഇല്ല, സ്കിന്നിന് ഹൈഡ്രേഷൻ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഹൈലറോണിക് ആസിഡ് സിറവും സെറമൈറ്റ്സും ഗ്ലിസറിനും അടങ്ങിയ മോയിസ്ചറൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ സ്കിൻ കുറച്ചുകൂടെ പ്ലംബിംഗ് എഫക്ട് ചെയ്യും. അത് കാരണം നമുക്ക് ഓപ്പൺ പോസിന്റെ അപ്പിയറൻസ് കുറയ്ക്കാം. നിങ്ങൾ ഒരു 35 ഏജിന് എബോ ഒക്കെ ഉള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ 30-35 അങ്ങനെ ഒരു ഡ്യൂറേഷനിൽ മിഡ് 30s ഉള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ പോസ് പോകാനായിട്ട് നിങ്ങൾ നയാസിനമൈഡും അതുപോലെ ഹൈലറോണിക് ആസിഡോ ഗ്ലിസറിനോ ഒന്നും അല്ല യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് റെറ്റിനോൾസും മൾട്ടിപെപ്റ്റൈഡ്സും പെപ്റ്റൈഡ്സുകളാണ്. റെറ്റിനോൾസും പെപ്റ്റൈഡ്സുകളാണ്. കാരണം ഈ സമയത്ത് നമ്മുടെ ഫേസിൽ കൂടുതൽ ഉണ്ടാവുന്ന ആ ഒരു ഓപ്പൺ പോസിന്റെ അപ്പിയറൻസിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊളാജിൻ ബൂസ്റ്റ് ചെയ്യുക, പെപ്റ്റൈഡ്സ് കൊടുക്കുമ്പോൾ സ്കിന്നകത്തുള്ള തന്നെ ഇലാസ്റ്റിന്റെ അളവൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യാലോ. അപ്പൊ അത് കാരണം നമുക്ക് അത് റെറ്റിനോൾസ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് കൊളാജൻ ബൂസ്റ്റ് വരും. അത് കാരണം നമ്മുടെ സ്കിന്നിലെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് മാറും, സ്കിന്നിനെ ഒന്ന് ചെറുതായിട്ട് ഫേം ആക്കാനൊക്കെ പറ്റും. അത് കാരണം നമുക്കൊരു പരിധി വരെ ഈ ഒരു ഓപ്പൺ പോസിന്റെ അപ്പിയറൻസ് കുറയ്ക്കും. പക്ഷെ എപ്പോഴും മനസ്സിൽ വെക്കുക, നമ്മളൊരു പെർട്ടിക്കുലർ ഏജ് കഴിഞ്ഞിട്ട് സ്കിൻ കെയർ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് വളരെ കുറവായിരിക്കും. റിസൾട്ട് കിട്ടില്ല എന്നല്ല, നിങ്ങളിപ്പോ 30 ആന്റി ഏജിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ആയിരിക്കത്തില്ല നിങ്ങൾക്ക് ഒരു 25 ഏജിൽ ആന്റി ഏജിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ എന്നാലും ഡെഫിനറ്റ്ലി നമുക്ക് അതിന്റെ അപ്പിയറൻസും ഇന്റൻസിറ്റിയും കുറച്ചെടുക്കാനായിട്ട് പറ്റും. അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എപ്പോഴും റെറ്റിനോൾസ്, പെപ്റ്റൈഡ്സും ആണ്. ഞാൻ ലാസ്റ്റ് വീക്ക് ലിപ് ബാമിനെ പറ്റി ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിനകത്തും പിന്നെ അതിന്റെ ഷോർട്സിലും ഒക്കെ വന്നൊരു ഡൗട്ട്, ഷോർട്സിലും ഉണ്ടായിരുന്നു, ആ ക്വസ്റ്റ്യനിലും ഉണ്ടായിരുന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ചുണ്ടിന്റെ സൈഡ് പൊട്ടുന്നത് എന്തുകൊണ്ടാണെന്ന്. നമുക്ക് വിറ്റാമിൻ ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ടോ അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ഫംഗൽ ഇൻഫെക്ഷൻസ് കൊണ്ടോ, ഇതല്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ചില സമയത്ത് ചില ആൾക്കാർക്ക് പ്രത്യേകിച്ചും നമ്മുടെ ഈ ഒരു ഭാഗത്തല്ല കവിളിന്റെ അകത്തോട്ടൊക്കെ വരുന്നെങ്കിൽ ചിലപ്പോൾ അതും വിറ്റാമിൻ ഡെഫിഷ്യൻസി അതൊക്കെ ഉണ്ടെങ്കിലും ചില സമയത്ത് നമ്മുടെ പല്ലിന് ഷാർപ്നെസ് കൂടുകയാണെങ്കിൽ അത് കാരണം നമുക്ക് ആ ഒരു
മുറിവ് വരാനായിട്ട് തോന്നും. ഫസ്റ്റ് ഇതിനകത്ത് ഏതാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വയറ്റിനകത്ത് അസുഖം ഉണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ഓറൽ ക്യാവിറ്റിയിലാണ്. സോറി, ഓറൽ ക്യാവിറ്റി പെട്ടെന്ന് പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ. ഓറൽ ക്യാവിറ്റിയിലാണ് നമുക്ക് പെട്ടെന്ന് വരുന്നത്. സോ അതുകൊണ്ട് നമുക്ക് വരാം. അപ്പൊ എന്താണ് റീസൺ എന്നുള്ളത് കണ്ടുപിടിക്കുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്ന് വന്നു, നിങ്ങൾക്ക് വായ് പുണ്ണ് പോലെയുള്ള സിറ്റുവേഷൻസ്, മൗത്ത് അൾസേഴ്സ് പോലെ ആണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഡോക്ടേഴ്സിനെ കാണാം. അതല്ലാണ്ട് ഈ കീലൈറ്റിസ്, അതായത് ഈ ചുണ്ടിന്റെ സൈഡിലൊക്കെ വരുന്ന ചെറിയ ചെറിയ ഇതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കഴിച്ച ഫുഡ് എന്തെങ്കിലും ഭയങ്കര ഈ ആസിഡിക് ആയിട്ടുള്ള ഫുഡ്, ഹോട്ട് ബിവറേജസ് കഴിച്ച കാരണം വരാം. ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ലിപ് പ്രൊഡക്ട്സ് കാരണം വരാം. നമ്മൾ സ്കിൻ കെയർ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് റെറ്റിനോളോ അതല്ലെങ്കിൽ സാലിസിലിക് ആസിഡോ ഗ്ലൈക്കോളിക് ആസിഡോ ഒക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ട് അത് നമ്മൾ ഈ ചുണ്ടിന്റെ, കാരണം അവിടെ ഭയങ്കര തിന്നായിട്ടുള്ള സ്ഥലമല്ലേ, അപ്പൊ അവിടെ ഇത്തിരി ആസിഡ്സ് എത്തുമ്പോഴത്തേക്ക് അത് കാരണം നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ബേണിംഗ് സെൻസേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതിനകത്ത് ഏതാന്ന് നോക്കാം, എന്നിട്ട് അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ അതിന്റെ കൂടെ നമുക്ക് ഒന്നുകിൽ ഭയങ്കര ഇൻഫെക്ഷൻ ആണെങ്കിൽ ഡോക്ടറെ കണ്ട് ഏതെങ്കിലും ആന്റിബയോട്ടിക്സ് എടുക്കുക, അതല്ലെങ്കിൽ നമ്മുടെ വാസലിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഇത് കുറയും. പക്ഷെ ശ്രദ്ധിക്കുക, വാസലിനൊക്കെ ഇടുമ്പോഴും കുറച്ച് നീറ്റിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ചുണ്ടി ഈ ഭാഗത്തൊക്കെ നമ്മൾ ക്രാക്ക് ചാപ്പ് ലിപ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ലിപ് ബാം അങ്ങനെയൊക്കെ യൂസ് ചെയ്യും. പക്ഷെ ഈ ചുണ്ടിന്റെ ഈ കോർണറിലോട്ട് വരുന്ന ഇൻഫെക്ഷൻസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അത് വേറെ പല പല പ്രശ്നങ്ങൾക്കും കാരണമാവുന്ന ഇൻഫെക്ഷൻസ് ആണ്. സോ അങ്ങനെ ഇൻഫെക്ഷൻസും മുറിവുകളുമാണ്, അൾസേഴ്സുമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി പറയും, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് റൂൾ ഔട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക സ്വന്തമായിട്ട്. എന്നിട്ട് സ്വന്തമായിട്ട് ട്രീറ്റ് ചെയ്യാതെ ഡോക്ടറിനെ കാണുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സാലിസിലിക് ആസിഡ് ടീനേജേഴ്സിന് യൂസ് ചെയ്യാമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം ടീനേജിന്റെ സമയത്ത് നമ്മുടെ ഓയിൽ പ്രൊഡക്ഷൻ, ഹോർമോണൽ ചേഞ്ചസ് കാരണം നമ്മൾ ഓയിൽ പ്രൊഡക്ഷൻ ചേഞ്ച് ആവും, നമുക്ക് എക്സീവ് ആയിട്ട് ഓയിൽ വരും. അപ്പൊ സാലിസിലിക് ആസിഡ് സെറം യൂസ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ ടീനേജേഴ്സിന്റെ സ്കിൻ വളരെ സെൻസിറ്റീവ് ആണ്. കാരണം നമ്മുടെ ഇപ്പൊ നമ്മളൊരു 18-20 ഏജ് കഴിയുമ്പോഴത്തെ നമ്മുടെ സെൽ സൈക്കിളിന്റെ റേറ്റ് കുറയും. അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് സ്കിൻ കുറച്ചുകൂടെ മെച്ചുവർ ആവും. ടീനേജിന്റെ സമയത്ത് നമ്മുടെ സ്കിൻ മെച്ചുവർ അല്ല, സ്കിൻ സൈക്ലിംഗ് ഒക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ ആക്റ്റീവ്സ് ആയിട്ടുള്ള സാലിസിലിക് ആസിഡ്, നയാസിനമൈഡ്, വിറ്റാമിൻ സി, റെറ്റിനോൾ ഇതൊക്കെ യൂസ് ചെയ്യാൻ വളരെ ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യാൻ. പേഴ്സണലി എന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാൻ നോക്കുക. എന്നിട്ടും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ ഒരു പരിധിവരെ നമുക്ക് സാലിസിലിക് ആസിഡ് ഫേസ് വാഷിൽ കൺട്രോൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. എന്നിട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സിറം യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വീക്കിലി വൺസ് നൈറ്റ് മാത്രം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണുക. കാരണം ടീനേജിന്റെ സമയത്ത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ചേഞ്ചസുകൾ, പ്രത്യേകിച്ച് പിമ്പിൾസ്, ആക്നെ സ്കാർസ്, പിഗ്മെന്റേഷൻസ് ഒക്കെ നമുക്ക് ലോങ് റണ്ണിൽ മാറ്റിയെടുക്കുമ്പോഴത്തേക്ക് അതിപ്പോ നമ്മളിപ്പോ എത്ര അല്ല എന്ന് പറഞ്ഞാൽ നമ്മളെ മെന്റലി നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ ഇത് അഫക്റ്റ് ചെയ്യും. അത് വരാതിരിക്കാനായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത്, ടീനേജിന്റെ ടൈമിൽ നിങ്ങൾക്ക് എന്ത് സിവിയർ സ്കിൻ ഇഷ്യൂസ് ഉണ്ടെങ്കിലും സ്കിൻ കെയറിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ, സ്കിൻ കെയർ ചെയ്യേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, ഒരു ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് സെറ്റ് ചെയ്തിട്ട് അത് ബാക്കി ഡോക്ടേഴ്സിന്റെ കൈ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം അത് ഹോർമോണൽ ചേഞ്ചസ് കാരണമാണോ, ആങ്സൈറ്റി, നമുക്ക് ഈ ബ്രേക്ക് ഡൗൺ, നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഫുഡിന്റെ എന്തെങ്കിലും ആണോ, അതല്ലെങ്കിൽ നമുക്കുള്ള സ്ട്രെസ് കാരണമാണോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ബാക്കി ചെയ്യുന്നതാണ് എപ്പോഴും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. ഞാനിത് എല്ലാ ടീനേജേഴ്സിന്റെ അടുത്തും പറയുന്നതാണ്. ഞാൻ എൻ്റെ അനിയത്തിമാരോടും അനിയന്മാരോടും പറയുന്ന പോലെയാണ് നിങ്ങളോട് പറഞ്ഞത്. സോ അതങ്ങനെ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഞാനും സ്കിൻ കെയർ അഡ്വൈസ് ഒക്കെ തരുന്നതാണ്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത്, ടീനേജേഴ്സിന്റെ ടൈമിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആക്നെയോ എക്സസീവ് നോർമൽ ഓയിൽ പ്രൊഡക്ഷൻ ഫൈൻ, നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഫൈൻ. അതിനപ്പുറത്തോട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് തന്നെ ബാക്കി ചെയ്യുന്നതാണ് നല്ലത്. കാരണം ചില സമയത്ത് നമുക്ക് ആ ഒരു എക്സീവ് ഓയിൽ പ്രൊഡക്ഷൻ റെറ്റിനോളിന്റെയും ട്രെറ്റിനോളിന്റെയും സഹായത്തോടെ കൂടെ കുറയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതിന് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ അത് എപ്പോഴും മനസ്സിലാക്കുക കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, വിറ്റാമിൻ സി സിറവും കോജിക് ആസിഡ് സിറവും ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത്. വിറ്റാമിൻ സി കോജിക് ആസിഡും ഒരുമിച്ച് ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വിറ്റാമിൻ സി നിങ്ങൾക്ക് അപ്പം ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ ഇതുവരെ വിറ്റാമിൻ സി കോജിക് ആസിഡ് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് വിറ്റാമിൻ സി മോർണിംഗിലും നൈറ്റിൽ കോജിക് ആസിഡ് യൂസ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നൈറ്റിൽ വിറ്റാമിൻ സി, മോർണിംഗിൽ കോജിക് ആസിഡ് യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഇങ്ങനെ വേണമെങ്കിലും മോർണിംഗിൽ നൈറ്റിൽ ഏതെങ്കിലും ഒന്ന് വെച്ചിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മതി. എന്നിട്ട് ഒരു 1 to 2 വീക്സ് അങ്ങനെ ഫോളോ അപ്പ് ചെയ്തിട്ട് പിന്നെ രണ്ടും ഒരുമിച്ച് മോർണിംഗും നൈറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിട്ടുള്ളത്. കാരണം കോജിക് ആസിഡും നമുക്ക് സ്കിൻ നമ്മുടെ എന്താ പറയുന്നത് ആ ഒരു ബ്രൗൺ പാച്ചസിന്, ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് മെലാസ്മ പോലുള്ള കണ്ടീഷൻസോ പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. വിറ്റാമിൻ സി
നമ്മുടെ സ്കിന്നിന്റെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഫ്രീ റാഡിക്കൽസിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും കുറച്ചൊക്കെ ഉള്ള ഈ സൺ ഡാമേജ് കാരണം ഉണ്ടായ പിഗ്മെന്റേഷൻ ഒക്കെ കുഞ്ഞു കുഞ്ഞു പിഗ്മെന്റേഷൻ ഇല്ലേ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ വിറ്റാമിൻ സി ഹെൽപ്പ് ചെയ്യും. മോർണിംഗിൽ യൂസ് ചെയ്യണമെങ്കിൽ നല്ലൊരു ആന്റി ഓക്സിഡന്റും ഒക്കെയാണ് വിറ്റാമിൻ സി. സോ 2 നേരം എപ്പോഴും വിറ്റാമിൻ സി യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ കോജിക് ആസിഡ് മാത്രം എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോജിക് ആസിഡ് എന്ത് ഇൻഗ്രീഡിയന്റിന്റെ കൂടെ യൂസ് ചെയ്യാം, ഇഷ്യൂ ഒന്നുമില്ല. വിറ്റാമിൻ സി, റെറ്റിനോൾ എന്തിന്റെ കൂടെ യൂസ് ചെയ്യാം. A to Z എല്ലാ ഇൻഗ്രീഡിയൻസിലൂടെ നമുക്ക് കോജിക് ആസിഡ് യൂസ് ചെയ്യാം, ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ വിറ്റാമിൻ സി സിറത്തിന്റെ ഫോമിൽ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, പിന്നെ നമുക്ക് വിറ്റാമിൻ സി മോയ്സ്ചറൈസറിന്റെയോ ടോണറിന്റെയോ ആവശ്യമില്ല. സാലിസിലിക് ആസിഡ് സിറം ടോണർ ക്രീം ഉണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ട വിറ്റാമിൻ സി സിറത്തിന്റെ കൂടെ. ഗ്ലൈക്കോളിക് ആസിഡ് സിറം ടോണർ ക്രീം ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പാടില്ല. ലാക്റ്റിക് ആസിഡ് മെന്റലിക് ആസിഡ് സിറം ടോണറിന്റെ കൂടെ യൂസ് ചെയ്യാൻ പാടില്ല. റെറ്റിനോളിന്റെ ക്രീമിന്റെ കൂടെയോ സിറത്തിന്റെ കൂടെ ഒരിക്കലും വിറ്റാമിൻ സി യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ എങ്ങനെ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് സ്കിൻ സൈക്ലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് നമുക്കിത് ചെയ്യാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ളത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഉള്ളതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഐക്കാർഡ് കൊടുക്കാം. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. അതായത് നമുക്ക് റെറ്റിനോൾ ആഴ്ചയിൽ 3 ദിവസം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ രാത്രി ആ 3 ദിവസം റെറ്റിനോൾ യൂസ് ചെയ്യാം. അല്ലാത്ത ദിവസം നിങ്ങൾക്ക് ഒന്നുകിൽ വിറ്റാമിൻ സി യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും എക്സ്ഫോളിയേറ്റിംഗ് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഈ സൈഡിൽ കൊടുക്കാം. സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, മെന്റലിക് ആസിഡ്, അല്ലെങ്കിൽ HBS പീലിംഗ് സൊല്യൂഷൻ, ഇങ്ങനെ ഏതെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 3 ദിവസം അല്ലാത്തൊരു ദിവസം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒരു ദിവസം നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ബേസിക്കലി ചെയ്യാം, 3 ദിവസം റെറ്റിനോൾ കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ ഒരു 2 ദിവസം എന്റെ സ്കിൻ കെയർ റൊട്ടീനിൽ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. അടുത്ത 3ാമത്തെ ദിവസം മാത്രമേ ഞാൻ പിന്നെ എക്സ്ഫോളിയേറ്റിംഗ് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യും. പിന്നെ ഒരു ദിവസം ഗ്യാപ്പ് എടുത്തിട്ട് വീണ്ടും റെറ്റിനോൾ എടുക്കും. അപ്പം എന്റെ സ്കിൻ റെസ്റ്റ് ചെയ്തു, 2 ദിവസം സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്തു, സ്കിൻ വീണ്ടും ട്രീറ്റ്മെന്റിലോട്ട്. അപ്പൊ ആ ഒരു റൊട്ടീനിലായിട്ട് ഞാൻ എന്റെ സ്കിൻ സൈക്ലിംഗ് ചെയ്തില്ല. ഇപ്പൊ റെറ്റിനോൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് നാളായിട്ട് റെറ്റിനോൾ സ്റ്റോപ്പ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ റെറ്റിനോൾസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടും ഹൈഡ്രേഷനിലോട്ടാണ് പോകുന്നത്. സോ കൂടുതൽ ഹൈഡ്രേഷൻ, ഒരു ദിവസം പിന്നെ എന്താ പറയുക, നമ്മുടെ പീലിംഗ് വരും, എക്സ്ഫോളിയേഷൻ വരും, പിന്നെ ഒരു ദിവസം നമ്മുടെ ഷേവിംഗ് വരും, പിന്നെ ബാക്കി റൊട്ടീൻ അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ കുറച്ച് ബാക്കി ചില ദിവസം 2 ദിവസം ഞാൻ ചേർത്തുകൊണ്ട് ഹൈഡ്രേഷന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതെ ജസ്റ്റ് ഒരു ടോണർ മോയ്സ്ചറൈസർ ഇട്ട് ഞാൻ കിടക്കാറുണ്ട്. സോ അതാണ് നമ്മുടെ സ്കിൻ സൈക്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. അത് എപ്പോഴും നമ്മുടെ സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്യാനും സ്കിൻ ബാലൻസ് ചെയ്ത് വെക്കാനും ഒക്കെ നല്ലൊരു രീതിയാട്ടോ. പിന്നെ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ സ്കിൻ ബാരിയർ റിപ്പയർ സിറത്തിന്റെ പേര് ഞാൻ പറഞ്ഞു, 2 സിറത്തിന്റെ ക്വസ്റ്റ്യൻസ് പറഞ്ഞു, റെക്കമെൻഡേഷൻസ് പറഞ്ഞു. പക്ഷേ അതിന്റെ കമന്റ് ബോക്സിൽ ഇത് സെൻസിറ്റീവ് സ്കിൻകാർക്ക് നല്ലതാണോ അല്ലയോ എന്നുള്ളത്. ആക്ച്വലി സെൻസിറ്റീവ് സ്കിൻകാർക്ക് നല്ലതാണ്. സ്കിൻ ബാരിയർ ഡാമേജ് പ്രോഡക്ട്സ് എല്ലാം സെൻസിറ്റീവ് സ്കിൻകാർക്ക് യൂസ് ചെയ്യാം. ഇതിനകത്ത് കൂടുതലായിട്ടും വരുന്നത് സെറമൈഡ്സും ഹൈലറോണിക് ആസിഡ്സും പെപ്റ്റൈഡ്സും ഒക്കെയാണ്. ഇതൊക്കെ നമുക്ക് സ്കിൻ ബാരിയർ ഡാമേജ് ആയിരിക്കുമ്പോഴത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. ഇപ്പൊ നമ്മൾ റെക്കമെൻഡേഷൻസിലോട്ടൊക്കെ തന്നെ പോവുകയാണെങ്കിൽ നമ്മുടെ ഡോക്ടർ ഷേത്തില്ല, ഡോട്ടാൻഗീല്, ആംബ്യൂൾസ് ഉണ്ട്, ആക്സ്വൈഡ് ആംബ്യൂൾ, അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ 1004ന്റെ ആംബ്യൂള്, സിൻഡെല്ലയുടെ ആംബ്യൂള്, 2 ആംബ്യൂൾ, അതിനകത്ത് സിൻഡെല്ല മാത്രമുള്ള ആംബ്യൂൾ നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓർഡിനറിയുടെ ബാരിയർ റിപ്പയർ സിറവും നല്ലൊരു ഓപ്ഷൻ. ഇത് ഇത്രയും നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആണെങ്കിലോ, അതല്ലെങ്കിൽ നിങ്ങൾ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ ന്യൂ സ്കിൻ കെയർ റൊട്ടീനിലോട്ട് വരുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സിറംസ് ആണ്. അപ്പൊ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എസ്പെഷ്യലി സെൻസിറ്റീവ് സ്കിൻ ബാരിയർ, ഈ സ്കിൻ വൈറ്റനിങ് ഫെയർനെസ് ക്രീം ഒക്കെ യൂസ് ചെയ്തിട്ട് ബാരിയർ ഡാമേജ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഈസിലി യൂസ് ചെയ്യാൻ പറ്റുന്ന സിറംസ് ആണ്. പിന്നെ നമ്മൾ ഈ പിമ്പിൾസ്, അതല്ലെങ്കിൽ നമ്മൾ കെമിക്കൽ പീലൊക്കെ ചെയ്തിട്ട് നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവും. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്കിൻ കെയർ ചെയ്തിട്ട് ചില സമയത്ത് എനിക്കൊക്കെ പറ്റുന്നതെന്ന് വെച്ചാൽ ഓവർ യൂസ് ചെയ്യും. കാരണം പ്രൊഡക്റ്റ് ഒക്കെ ട്രൈ ഔട്ട് ഒക്കെ ചെയ്തിട്ട് സ്കിൻ ചിലപ്പോൾ ഒന്ന് കാമാക്കാനായിട്ട് ഞാൻ ഈ ബാരിയർ റിപ്പയർ ക്രീംസ് ഒക്കെയാണ് യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പൊ ഇന്നത്തെ Q&A ഇവിടെ തീരുകയാണ്. നിങ്ങൾക്ക് ചോദിച്ചു വരുന്ന ഡൗട്ട്സ് ഒക്കെ ഞാൻ ക്ലിയർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അഥവാ എന്തെങ്കിലും മിസ് ആയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കുന്ന, നെക്സ്റ്റ് Q&A ഞാൻ ചെയ്യാം. അല്ലെങ്കിൽ ലോങ് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ തന്നെ റിപ്ലൈ തരാൻ നോക്കാം. ഇൻ കേസ് ഞാൻ കമന്റ് ബോക്സിൽ തന്നില്ലെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി Q&A ചെയ്യാൻ നോക്കാറുണ്ട്. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ DMs ആയിട്ട് എനിക്ക് അയച്ചാലും മതി. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൂടുതലായിട്ടും പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻസ് ആണ് വരാറ്. അപ്പൊ അങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കുന്ന, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാൻ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമന്റ് ബോക്സിൽ പറയാനും മറക്കണ്ട. ഫ്രണ്ട്സിനും ഫാമിലിക്കും ചാനൽ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതുപോലത്തെ സ്കിൻ കെയർ ഹെയർ കെയർ വീഡിയോ ആയിട്ടല്ലേ ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സൺഡേസിലും വരുന്നവരെ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ്.